എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 13-ാം അധ്യായം 12-ാമത് വാക്യം. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക എന്നുള്ള വചനമാണ്. ആ വാക്യത്തിനുള്ളിൽ ഓർപ്പിക്കുന്ന ഒരു പ്രസ്താവന, ഞാനും നിങ്ങളും ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയുന്നവരായി തീരണം എന്നുള്ള പ്രസ്താവനയാണ്. എന്താണ് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരുടെ മുൻപിൽ പറയുവാനും ചെയ്യുവാനും ഒരിക്കലും സാധ്യമല്ലാത്ത പ്രവൃത്തികൾ ഗൂഢമായി ചെയ്യുമ്പോഴാണ്, മറ്റുള്ളവരറിയാതെ കണ്ട് ചെയ്യുമ്പോഴാണ് ഇരുളിൻ്റെ പ്രവൃത്തികളായത് വെളിപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ശമൂവേലിന് എഴുതിയ 2-ാം പുസ്തകം 11-12 അധ്യായങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് ഊരിയാവിനെ കൊല്ലുവാൻ വേണ്ടി ചെയ്തതായ പ്രവൃത്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യുവാനായിട്ട് പാടില്ലാത്തതും മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധ്യമല്ലാത്തതും ആയിട്ടുള്ളതായൊരു പ്രവൃത്തി തൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കപ്പെട്ടതിനെക്കുറിച്ച് ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 11-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തപ്പെടുകയാണ്. ആ പ്രവൃത്തി മറ്റാരും അറിയില്ല എന്ന് താൻ ചിന്തിച്ചു. അത് മൂടിവെക്കുന്നതിനു വേണ്ടി ഊരിയാവിനോട് വീട്ടിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞു. എങ്കിലും ഊരിയാവ് അത് ചെയ്യാഴിക കൊണ്ട് യുദ്ധക്കളത്തിൽ ആളൊരുക്കി ഊരിയാവിനെ കൊല്ലുന്നതിനുള്ള വഴികൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നോക്കിക്കൊണ്ട് നാഥാൻ പ്രവാചകൻ തൻ്റെ അരികത്തേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യഹോവയോട് പാപം ചെയ്തിരിക്കുന്ന നീ ദൈവത്തിങ്കൽ നിന്ന് ശിക്ഷാവിധികൾ ഏറ്റെടുക്കേണ്ടി വരും. നീ ചെയ്ത പ്രവൃത്തി ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ്, തിന്മ നിറഞ്ഞ പ്രവൃത്തിയാണ്. അത് മനുഷ്യൻ്റെ മുമ്പിൽ പറയുവാനും ചെയ്യുവാനും പാടില്ലാത്തതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് ആ അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി നിലവിളിച്ചു. 12-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത്, ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. എങ്കിലും കുഞ്ഞ് മരിച്ചുപോയി എന്ന പദമാണ് രേഖപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏതൊരു മനുഷ്യനായിരുന്നാലും അവരുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ, തിന്മ നിറഞ്ഞ പ്രവൃത്തിയാണെങ്കിൽ, പാപം നിറഞ്ഞ പ്രവൃത്തിയാണെങ്കിൽ, അശുദ്ധി നിറഞ്ഞ പ്രവൃത്തിയാണെങ്കിൽ അത് നാശത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിന്മയുടെ പ്രവൃത്തികൾ വെച്ചൊഴിഞ്ഞ്
നന്മ ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവരായിട്ടല്ല, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചൊഴിഞ്ഞ് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുത്തണം. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.